പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 41 അധ്യായം 8 വചനം. അതിനെ ഒന്ന് തൊടുക, പോർ തട്ടുമെന്ന് ഓർത്തുകൊള്ളുക, പിന്നെ നീ അതിന് തുനിയുകയില്ല എന്ന വാക്യമാണ്. ബലശാലിയെയും ആരോഗ്യവാനെയും സമ്പന്നനെയും ശ്രേഷ്ഠനെയും സമൂഹത്തിൽ വിലയുള്ളവനെയും അധികാരങ്ങളും അംഗീകാരങ്ങളുമുള്ളവരെയും തൊടുക ബലഹീനരായ ആളുകൾക്ക് സാധ്യമല്ലെന്നും, അങ്ങനെ തൊട്ടാൽ അവരിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും മുൻപോട്ടു പോകുവാനും കഴിയാത്ത തലങ്ങളിൽ നീ കുടുങ്ങിപ്പോകുവാനും ഇടയുണ്ട് എന്നുള്ളതാണ്. ഈ ലോകത്തിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ സാധുക്കളായ, ആരോഗ്യമില്ലാത്ത, പണമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, പേരും പ്രസിദ്ധിയും ഒന്നുമില്ലാത്ത സാധുക്കളായ ആളുകൾ പലപ്പോഴും ഭയപ്പെട്ട് പലതും പറയാതെയും പല മണ്ഡലങ്ങളെയും തൊടാതെയുമൊക്കെ പിന്മാറിപ്പോകാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ ബലഹീനത മനസ്സിലാക്കുകയും എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ബലം ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. രാജാക്കന്മാർക്ക് എഴുതിയ 1 പുസ്തകം 21 അധ്യായത്തിൽ നാം വരുമ്പോൾ സാധുവായ നാബോത്തിൻ്റെ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. ബലശാലിയായ ആഹാബ് അത് ചോദിച്ചു. അത് കൊടുക്കുവാൻ മനസ്സ് വെച്ചില്ല എന്ന കാരണത്താൽ നാബോത്തിനെ ഒരു പ്രധാന സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തി തൻ്റെ മേൽ കുറ്റാരോപണങ്ങൾ നടത്തി. താൻ ചെയ്യാത്തതും താൻ അറിയാത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ മേൽ ചുമത്തി തന്നെ ഇല്ലാതെയാക്കി കളഞ്ഞിട്ട് ആ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം, ആ ബലമില്ലാത്തവൻ്റെ മുന്തിരിത്തോട്ടം ആഹാബ് കരസ്ഥമാക്കുകയും ആ തലത്തിൽ സന്തോഷിക്കുകയും ചെയ്യുകയാണ്. ഭക്തനായ, സാധുവായ, ബലഹീനനായ നാബോത്ത് ബലശാലിയുടെ വാക്ക് കേൾക്കാതെ പോയതുകൊണ്ടാണ് തനിക്ക് വേദനകൾ അനുഭവിക്കേണ്ടി വന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ദൈവം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്, ബലവാനും മീതെ മറ്റൊരു ബലവാനുണ്ട്, അത് അത്യുന്നതനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ ബലഹീനതയിൽ ജീവിച്ചു വരുന്ന, ക്ഷീണാവസ്ഥയിൽ കടന്നു പോകുന്ന ആരെയെങ്കിലുമൊക്കെ അധികാരത്തിൻ്റെയും പദവികളുടെയും പണത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും മണ്ഡലത്തിൽ നിന്ന് ഉപദ്രവിക്കുന്നു എങ്കിൽ ഒരു ദിവസം ദൈവം വച്ചിട്ടുണ്ട്, ബലവാന് തുണ നിൽക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവമെന്നും ബലഹീനന് തുണ നിൽക്കുന്ന ദൈവമാണെന്നും ഓർപ്പിച്ചുകൊണ്ട്, ബലഹീനൻ അനുഭവിക്കേണ്ടി വന്ന ബലശാലിയുടെ പീഡകളുടെ നടുവിൽ ബലശാലിയെ ദൈവം സന്ദർശിക്കുന്ന കാലമുണ്ട് എന്ന് തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്.
നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കി കൊടുത്ത ഇസബേലിൻ്റെ ചരിത്രം പറയുന്നത് അവൾ തകർന്നുപോയ ചരിത്രമാണ്. ആകയാൽ ഭയപ്പെട്ട് പിന്മാറുകയല്ല, ബലവാനായവൻ്റെ മക്കളാണ് നാമെന്നോർത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, മാനുഷികമായി ഞങ്ങൾ സമ്പന്നരല്ല, ബലമുള്ളവരല്ല, ശ്രേഷ്ഠന്മാരല്ല. എന്നാൽ ബലവാനായ ദൈവം ഞങ്ങൾക്കായി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. നിങ്ങളുടെ സാന്നിധ്യം അനുഭവിച്ച് മുന്നേറുവാൻ ഇടയാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.